CVM വാണിമേൽ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു പ്രസ്താവനയല്ലേ PMA സലാമിൻ്റേത്. നോക്കൂ, മതനേതൃത്വത്തെ സൂചിപ്പിക്കാനും മതസംഘടനകളെ കയ്യിലെടുക്കാനുമാണോ ഈ അധര വ്യായാമം? ഈ വിഷയത്തില് സലാം സാഹിബിന്റെ നിങ്ങളെ ഈ ശീർഷകം തന്നെ, തലവാചകം തന്നെ ദുരുപദിഷ്ടമാണ്. ലീഗിന് ഹറാമോ എന്ന് ചോദിച്ചാൽ സ്ത്രീ സമത്വത്തെക്കുറിച്ച് ലീഗും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായ ചിത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ലോകത്ത് ഏത് ഭരണഘടന വന്നാലും ഏത് രാജ്യം ഭരിച്ചാലും ആര് തന്നെ പറഞ്ഞാലും ലോകത്തെ മുഴുവൻ ജനങ്ങൾ പറഞ്ഞ ഇസ്ലാമിന്റെ വിധിവിലേക്ക് നിയമങ്ങൾ മാറ്റാൻ ആർക്കും സാധ്യമല്ല. അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. സലാം സാഹിബ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല. അദ്ദേഹം പറഞ്ഞത് സ്ത്രീ സമൂഹത്തെ മാന്യമായി പരിഗണിക്കുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സ്ത്രീ സമത്വം ഏത് രൂപത്തിൽ നടപ്പിലാക്കണമെന്ന് പ്രായോഗികമായി ചിന്തിക്കുകയും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ആളുകൾ അവരുടെ മേഖലകളിൽ സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയും വിവേചനവും ഒപ്പം സ്ത്രീകളെ കച്ചവടച്ചരക്കാക്കുന്ന പ്രാകൃത സമ്പ്രദായവുമാണ് ഇതിനാധാരം. സലാം സാഹിബിൻ്റെത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല, അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല, മതത്തിന്റെ അഭിപ്രായമാണ്. മതം എന്നത് മനുഷ്യനെ സംസ്കരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണത്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് മതമാണ്, മതത്തിന്റെ ചിട്ടകളാണ്. അത് ഇവിടെ ടീച്ചർ പറഞ്ഞ ഖുർആന്റെ ആയത്തുകളൊക്കെ പറഞ്ഞിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ സഹകരിപ്പിക്കാനേ നിവൃത്തിയുള്ളൂ. ആദ്യമായിട്ട് ടീച്ചർ പറഞ്ഞ ചില വാക്കുകൾ, അതോട് ടീച്ചറിന്റെ ആശയം എന്തെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഖുർആനിലും വിശുദ്ധ ഖുർആനിലും പ്രവാചകനിലും വചനങ്ങളിലും പൂർണ്ണമായും വിശ്വസിക്കാത്ത ഒരാളോട് സംവദിക്കാൻ കഴിയില്ല. ആദ്യമായിട്ട് ഖുർആനെ കുറിച്ചുള്ള ധാരണ തെറ്റാണ്. ഖുർആൻ എന്ന് പറയുന്നത് ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്ത, ഒരു വിധത്തിലും മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ കഴിയാത്ത, ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ അത്രയും മനുഷ്യന്റെ സർവ്വതോന്മുഖമായ വളർച്ചയും ജീവിതവും ഭരണഘടനയുമാണ്. അതിന് ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അതേ ശൈലിയിൽ മറുപടി പറയാൻ നമ്മെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് സലാം സാഹിബ് പലത് സ്ത്രീകളെ മോശമാക്കിയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇവിടെ വളരെ നിഷിദ്ധമായ രൂപത്തിലാണ് പ്രിയങ്കരിയായ ടീച്ചർ സംസാരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യം, മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. ലോകത്ത് സമാധാനമുള്ള, അതുപോലെ സുരക്ഷിതമുള്ള ഒരു രാജ്യം ആണെന്ന് പറയണമെങ്കിൽ ഏത് സമയത്തും സ്ത്രീ കൃഷിയിടമാണെന്ന് കൂടി പറഞ്ഞിട്ടില്ലേ സാർ? എന്നെ പറയാൻ സമ്മതിക്കൂ. ഇസ്ലാമിന്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ് സ്ത്രീയെ കുറിച്ചുള്ള. ഞാൻ ചുരുക്കി പറയാം. എന്താണെന്നറിയാം, ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം, ആ രാജ്യം പൂർണ്ണമായും സമാധാനപൂർണ്ണമാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ, സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ, പൗരന്റെ ബോധം സംരക്ഷിക്കപ്പെടുന്നു പറയാൻ കഴിയണമെങ്കിൽ, ഒരു സ്ത്രീക്ക് ഏത് കാലയളവിലും ഏത് സമയത്തും ഇറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അത് യഥാർത്ഥ ഭരണകൂടമാണെന്ന് പറയാൻ കഴിയുന്ന മതത്തിന്റെ വാക്താക്കളാണ് മുസ്ലിങ്ങൾ. ഒരിക്കൽ പോലും സ്ത്രീ രണ്ടാം സ്ഥാനത്തായി ഇസ്ലാം കണ്ടിട്ടില്ല. ഒരിക്കലും പോലും ഇസ്ലാമിൽ സ്ത്രീകളുടെ രണ്ടാം സ്ഥാനത്തായി ഇസ്ലാം കണ്ടിട്ടില്ല. സ്ത്രീക്ക് തുല്യ പരിഗണന നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഇപ്പോൾ സംഭവം എന്താണ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ ലളിതമായിട്ടുള്ള. അവരുടെ ആ സമത്വമല്ല, നീതിയാണ്. സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നുണ്ട്. സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല, ഒരു വിധത്തിലും ഒരുപോലെയല്ല. അത് ഭൗതികമായാലും ആത്മീയമായാലും കച്ചവടത്തിലായാലും ബിസിനസ്സിലായാലും ഏത് മേഖലയിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല. നമ്മുടെ പരിസരങ്ങൾ നോക്കുക. അതാ സലാം സാഹിബ് പറഞ്ഞത്. സലാം സാഹിബ് ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞു. എന്തിനാണ് സ്ത്രീകൾക്ക് പ്രത്യേകം നീതി വെക്കുന്നത്? രാത്രി ഇരുട്ടിയാൽ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഭയമാണ്. എന്റെ കാര്യം എന്തോ ഒന്ന് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതേ അവസരത്തിൽ പുരുഷൻ രാത്രി 8 മണിക്കോ 10 മണിക്കോ വന്നില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പരാതിയില്ല. അപ്പോൾ പ്രകൃതി തന്നെ സ്ത്രീകൾക്ക് ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. ആ സ്ഥാനം തന്നെയാണ് മുസ്ലിം ലീഗും ഇസ്ലാമും നൽകുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇസ്ലാമിക് സോഷ്യോളജി, ജോലി കഴിഞ്ഞ് സ്ത്രീകൾ ലേറ്റ് ആയിട്ടാണ് അവ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അതൊക്കെ പഴയ കാര്യമല്ലേ? നമ്മൾ പറഞ്ഞത് മനസ്സിലാകുന്നില്ല. എന്നാണ് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ല. എന്തിനാ മാതാപിതാക്കൾ പരിതപിക്കുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്?
തന്റെ പെൺകുട്ടി കേൾക്കൂ, തന്റെ പെൺകുട്ടി എന്താ വരാതെ ഭയവിഹ്വലരാണ് അവർ. എന്തുകൊണ്ട്? എന്തോ ഒന്ന് ഒളിഞ്ഞു കിടക്കുന്നു. ഈ പെൺകുട്ടി ഈ വിദ്യാർത്ഥി വരാതിരിക്കുമ്പോൾ, സ്ത്രീ വരാതിരിക്കുമ്പോൾ മാതാപിതാക്കൾ ഭയവിഹ്വലരാണ്. എന്താ കാര്യം? അത് മണ്ടത്തരമല്ല, അത് പ്രാചീനതയല്ല. എന്ന് പറഞ്ഞാൽ സ്ത്രീയെ ലോകം കാണുന്ന അങ്ങനെയാണ്. സ്ത്രീ കച്ചവട ചരക്കാക്കിയിരിക്കുന്നു, സ്ത്രീയെ വിൽപ്പന ചരക്കാക്കിയിരിക്കുന്നു. ഇത് മാറണമെന്നാണ് ഇസ്ലാം പറയുന്നത്, ഇത് മാറുന്ന മുസ്ലിം ലീഗ് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇവിടെ ലിവിങ് ടുഗദർ വരുന്നു, ഫ്രീ സെക്സ് വരുന്നു, LGBT വരുന്നു, ജെൻഡർ ന്യൂട്രാലിറ്റി വരുന്നു, ജെൻഡർ ഫ്ലൂയിഡിറ്റി വരുന്നു. എന്താ എടുക്കുന്നത്? ഒക്കെ സ്ത്രീകളെ അബദ്ധ ജടിലമായ കൃത്യങ്ങളെ കൊണ്ടുപോവുകയാണ്. സ്ത്രീകൾ ബോധവാന്മാരാവേണ്ടതുണ്ട്. ഈ വിഷയം സ്ത്രീകളാണ് ബോധവാന്മാരാവേണ്ടത്. സ്ത്രീകളെ വിൽപ്പന ചേർക്ക സിനിമ ഒരു പൊതു എഡ്യൂക്കേഷൻ മീഡിയ ആണ്. എന്താ സ്ഥിതി? സിനിമയിൽ സ്ത്രീകളെ ഏതൊക്കെ രൂപത്തിലാണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്നത്? നാടകങ്ങളിൽ, കഥകളിൽ. അപ്പൊ സ്ത്രീയെ വിൽപ്പന ചരക്കാക്കി. അല്ല, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇതൊക്കെ നടക്കുന്നില്ലേ? ചലച്ചിത്ര നിർമ്മാണം നടക്കുന്നുണ്ട്. കലയ്ക്കും സാഹിത്യത്തിനും ഒക്കെ നേരത്തെ വിലക്കേർപ്പെടുത്തിയ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും അതൊക്കെ ഇപ്പോൾ നിർബാധം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് സാർ. ഒരിക്കലുമില്ല. ആര് പറഞ്ഞു? ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സാഹിത്യത്തെ അല്ല, ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സാഹിത്യത്തെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ സാഹിത്യം, കല, സംസ്കാരം, സിനിമ ഇതിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പം നോക്കൂ, ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ചലച്ചിത്ര സൃഷ്ടികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇറാൻ സംവിധായകന്മാരുടെ ചിത്രങ്ങളൊക്കെ താങ്കൾ ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണം. ധാർമ്മികമായ വശം ഉണ്ടാവേണ്ടതുണ്ട്. അതിലേക്ക് വായനയുടെ പേരിൽ, സാഹിത്യത്തിന്റെ പേരിൽ മതത്തെ വെക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ പ്രശ്നം.